ലോകത്തിലെ ഏറ്റവും വേഗതയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം മതം എന്നതിൽ ആർക്കും ഒരു തർക്കവുമില്ല. പക്ഷേ പെറ്റ് പെരുകിയിട്ടാണ് ഇസ്ലാം മതം വളരുന്നത് എന്നൊരു അഭിപ്രായം നിരീശ്വരവാദികളിലും മറ്റു പലരിലുമുണ്ട്. അതിനുള്ള ശക്തമായ ഒരു തെളിവും നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതൊന്ന് കേട്ട് നോക്കാം. അസ്സലാമലൈക്കും. ഞങ്ങള് 4 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇസ്ലാം മതത്തിലേക്ക് വന്നിട്ട്. എൻ്റെ മോനാണ് ആദ്യമായി ഇസ്ലാം മതം സ്വീകരിക്കാൻ പോയത്. അത് കഴിഞ്ഞ് വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പൊന്നാനി പോയി മതം മാറി. പക്ഷെ എനിക്ക് കുറേ ഡൗട്ടുകളുണ്ടായിരുന്നു. ഇന്ന് അതോട് തീർന്നു. കാരണം നമ്മൾ ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞപ്പം ജമാഅത്തെ ഇസ്ലാമി, സുന്നി, പിന്നെ കുറേ എന്തൊക്കെയോ ഭാഗങ്ങളുടെ പേര് ഒക്കെ കേട്ടു. അപ്പോൾ എൻ്റെ ഒരു സംശയം, ഇതൊക്കെ ഉള്ളതാണോ? പക്ഷെ ഉള്ളതാണെന്ന് ആൾക്കാർ പറയുന്നു. പിന്നെ കുറേ കാര്യങ്ങൾ ഇപ്പം ഇന്ന് താങ്കൾ അത് പറഞ്ഞു തന്നപ്പോൾ മനസ്സിലായി, അതുകൊണ്ട് പറഞ്ഞതാ. ഓക്കെ, ഞാൻ കാരണം സഹോദരിയുടെ ഒരു സംശയം തീർന്നു കിട്ടിയതിൽ എന്തായാലും വളരെ സന്തോഷമുണ്ട്. സഹോദരി സ്വയം ഇഷ്ടത്തിനല്ലേ ഇസ്ലാമിലോട്ട് കടന്നു വന്നത്? ആരും നിർബന്ധിച്ചിട്ടൊന്നുമില്ലല്ലോ. ആരും നിർബന്ധിച്ചിട്ടല്ല. ഞങ്ങള് പിന്നെ മോന് അവനെ ഒരു 6, 7, 8 ക്ലാസ് മുതൽ ഇങ്ങനെ ആഗ്രഹമുണ്ട്. പിതാവായ ദൈവം ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഇടയ്ക്കൊരു മധ്യസ്ഥ, അങ്ങനെയൊക്കെ കുറേ ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പോൾ ഞാൻ അതിന് എതിരൊന്നും പറഞ്ഞില്ല. പഠിച്ചാൽ ഞങ്ങളെ ആ മാർഗത്തിലേക്ക് എത്തിച്ചു. ഞങ്ങൾ ആ ഒരാളും ഞങ്ങളെ എങ്ങനെയാണ് നിങ്ങൾ ഇസ്ലാമത്തിലേക്ക് വന്നത്, അല്ലെ നിങ്ങൾ തിരിച്ചു അങ്ങനെ പോലും ഒന്നും പക്ഷെ പടച്ചോൻ കണ്ടതല്ലേ. നമ്മൾ ബൈബിളിൽ വായിച്ച്, പുതിയ നിയമമല്ല പഴയ നിയമം വായിച്ച് എന്നും പറഞ്ഞാൽ എല്ലാവരും ആരെയും നമ്മൾ വെറുക്കാനോ ഒന്നുമില്ല. എല്ലാം സ്നേഹത്തോടെ സന്തോഷത്തോടെ പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഇതാണ് സിറ്റുവേഷൻ, കണ്ടില്ലേ? പെറ്റ് പെരുകി എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം ഇങ്ങനെയും ചിലർ ഇസ്ലാമിലോട്ട് കടന്നു വരുന്നുണ്ട്. ഈ ആരോപിക്കുന്നവർ ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലതായിരിക്കും. കാരണം ഞാൻ ആരെങ്കിലും നിർബന്ധിച്ചിട്ടാണോ ഇസ്ലാമിലോട്ട് കടന്നു വന്നതെന്ന് ചോദിക്കാൻ കാരണം, ഒരിക്കലും ഒരാളെ നിർബന്ധിച്ചു കൊണ്ടോ പ്രേരിപ്പിച്ചു കൊണ്ടോ സമ്മർദ്ദം ചെലുത്തിയോ ഒരിക്കലും ഇസ്ലാമിലോട്ട് പ്രവേശിപ്പിക്കാൻ അനുവാദം ഒരാൾക്കുമില്ല. അങ്ങനെ കടന്നു വന്നിട്ടും ഒരാൾ മുസ്ലിം ആവുകയുമില്ല. അതാണ് വളരെ പ്രധാനം. സ്വയം നമ്മൾ അറിഞ്ഞുകൊണ്ട് മനസ്സിരുത്തി സ്വമേധയാ സമ്മതിച്ചുകൊണ്ട് ഇസ്ലാമിലോട്ട് കടന്നു വന്നാലേ ഒരു മുസ്ലിം എന്ന രീതിയിൽ അത് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ ദൈവത്തിൻ്റെ മുന്നിൽ. അല്ലാതെ ഒരു കാര്യവുമില്ല. ഇനിയിപ്പോൾ പ്രേമിച്ചിട്ടോ, അതൊക്കെ സ്വന്തം കാര്യലാഭങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പ്രേമിച്ച് ഒരുമിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ, അതൊന്നും ഒരു സ്വമേധയാ ഉള്ള തീരുമാനങ്ങളല്ല. ഓരോ കാര്യം കാണാൻ വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളാണ്. അതൊന്നും അക്സെപ്റ്റബിൾ അല്ല. അതൊരു പേരിന് മുസ്ലിം ആവുക എന്നല്ലാതെ ഒരിക്കലും അത് അക്സെപ്റ്റബിൾ അല്ല. മനസ്സുകൊണ്ടറിഞ്ഞ് വന്ന് പിന്നെ കല്യാണം കഴിച്ച് മനസ്സുകൊണ്ട് അറിഞ്ഞ് സ്വമേധയാ വരുന്ന ടീമുകളാണെങ്കിൽ ഓക്കെയാണ്, അക്സെപ്റ്റബിൾ ആണ്. അല്ലാത്ത പക്ഷം അക്സെപ്റ്റബിൾ അല്ല. അത് ഏതൊരു കാര്യത്തിലും ഇസ്ലാമിൻ്റെ ഏതൊരു ഇബാദത്തും നമസ്കാരം ഏതൊരു പ്രവൃത്തി എടുത്തു നോക്കിയാലും അതിൽ ഉദ്ദേശശുദ്ധി എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉദ്ദേശം നല്ലതായിരിക്കണം. ആ ഒരു സ്വമേധയാ നമ്മൾ ആ മനസ്സുകൊണ്ട് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് വേണം പ്രവർത്തിക്കാൻ. അല്ലാണ്ട് കാപഠ്യമായുള്ള പ്രവർത്തനങ്ങളൊന്നും ഇസ്ലാം അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് പടച്ചോൻ പറയുന്നുണ്ട്, പടച്ചോൻ ഹൃദയത്തിലോട്ടാണ് നോക്കുന്നതെന്ന്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാനുള്ള കാരണം.